ഹായ് മക്കളെ, ജെയ്മെയിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും. കാരണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ജെയ്മെയിൻ റിസൾട്ടിന് ശേഷം. അത് നമ്മളെ കീമ് നീറ്റിനോടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പൊതുവേ നിങ്ങൾ യൂട്യൂബിൽ വരുന്ന വീഡിയോസ് കണ്ടാൽ തന്നെ അറിയാം, വളരെ ലെങ്തിയാണ്, ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടാകും. വളരെ ഷോർട്ടായിട്ട് ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ജിമെയിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് മക്കൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വന്നിരിക്കുന്ന പെർസെൻറ്റേജ് സ്കോർ അല്ലെങ്കിൽ കോമൺ റാങ്ക് ലിസ്റ്റ് CRൽ വെച്ചിട്ട് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളത്, അതേപോലെ തന്നെ ഇനി അതിനെ തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, അതൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഡാറ്റയൊക്കെ ഇതിൽ അവൈലബിൾ ആണ്, പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, ശരി. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യമായിട്ടൊരു ചോദ്യം, എന്താണ് ഇപ്പോൾ ജെയ്മെയിൻ റിസൾട്ട് വന്ന സമയത്ത് ഒരു കുട്ടി ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ മക്കളെ? ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അഡ്വാൻസിന് എലിജിബിൾ ആണോ എന്ന് നോക്കണം. അഡ്വാൻസിന് എലിജിബിൾ ആണോ എന്ന് എങ്ങനെയാണ് നോക്കുക? അതിനൊരു പേഴ്സൻ്റേജ് ക്രൈറ്റീരിയ ഉണ്ട്. ആദ്യം നിങ്ങളുടെ കാറ്റഗറി നോക്കാം. നിങ്ങൾ ചിലപ്പോൾ ജനറൽ കാറ്റഗറി ആയിരിക്കും, OBC ആയിരിക്കും, EWS ആയിരിക്കും. ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കണം. നിങ്ങൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കാറ്റഗറി EWS ആണോ? ഇപ്പോൾ ജനറൽ വിഭാഗത്തിൽ തന്നെയാണ് EWS വരുന്നത്. EWS ആണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട് റാങ്കിൽ. SC/ST കാറ്റഗറി ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ജെയ്മെയിൻ്റെ റിസൾട്ട് വന്നാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം അല്ലേ? അതിൽ ഇങ്ങനെ നമ്മുടെ കാറ്റഗറി നോക്കിയിട്ട് നമുക്ക് അഡ്വാൻസ്ഡ്, നമ്മുടെ എല്ലാവരും ലക്ഷ്യം ഡ്രീം എന്ന് പറയുന്ന IIT-കളാണല്ലോ. അപ്പൊ IIT-കളിലേക്ക് എത്താനുള്ള ഗേറ്റ് വേ ആണ് എന്ത് അഡ്വാൻസ്ഡ് പരീക്ഷ. നമുക്കറിയാം ആ അഡ്വാൻസ്ഡ് എഴുതാനുള്ള എലിജിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കണം. അതെങ്ങനെയാണ്? നിങ്ങളുടെ പെർസെൻറ്റേജിൽ ജനറൽ വിഭാഗത്തിൽ 93.102ന്റെ അത്ര കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് പരീക്ഷ എഴുതാം. ഇനി നിങ്ങൾ OBC വിഭാഗത്തിലാണെങ്കിൽ 79.431 പെർസെൻറ്റേജിൽ സ്കോർ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് IIT അല്ലെങ്കിൽ അഡ്വാൻസിലേക്ക് എലിജിബിൾ ആണ്. നിങ്ങൾ OBC നോൺ ക്രീമിലിയർ ആണെങ്കിൽ OBC തന്നെ ശ്രദ്ധിക്കണം, നോൺ ക്രീമിലിയർ ആയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ EWS വിഭാഗക്കാരാണെങ്കിൽ എത്രയാണ്? 80 പോയിന്റ് കാണുന്നുണ്ടല്ലോ, 80.383 പെർസെൻറ്റൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് EWS വിഭാഗക്കാർക്ക് അഡ്വാൻസിന് ക്വാളിഫൈഡ് ആണ്. SC/ST വിഭാഗക്കാർക്ക് യഥാക്രമം 61.152 പെർസെൻറ്റേജിലും 47.902 പെർസെൻറ്റേജിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? IIT-കളിലേക്കുള്ള ഗേറ്റ് വേ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് പരീക്ഷ എഴുതാം. ഇതാണ് ഒന്നാമത്തെ ഇൻഫർമേഷൻ. കിട്ടിയല്ലോ? കൃത്യമായിട്ട് മനസ്സിലായല്ലോ? ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം, ഒരു കോംപ്ലിക്കേഷനോ, ഫസ്റ്റ് ഇതങ്ങ് നോക്കുക. ഇത് നോക്കിയിട്ട് എലിജിബിൾ ആണോ നോക്കുക. അങ്ങനെയാണ് നിങ്ങളുടെ ഡ്രീം ആയിട്ടുള്ള IIT-കളിലേക്കുള്ള പ്രിപ്പറേഷൻ തുടർന്ന് ചെയ്യണം. അങ്ങനെ അഥവാ നിങ്ങൾക്ക് IIT അല്ലെങ്കിൽ അഡ്വാൻസിന് എലിജിബിൾ ആണെങ്കിൽ ഈ കാര്യം ശ്രദ്ധിക്കണം. എന്താണ്? IIT-യെ കുറിച്ചുള്ള അല്ലെങ്കിൽ അഡ്വാൻസിനെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ നമ്മുടെ സ്ലൈഡിലേക്ക് വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ആപ്ലിക്കേഷൻ ഡേറ്റ്സ് എന്ന് പറയുന്നത് ഏപ്രിൽ 23 ആരംഭിക്കുന്നതാണ് പറയുന്നത്. ഏപ്രിൽ 23 മുതൽ മെയ് 2 വരെ കൃത്യമായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കണം. നിങ്ങൾ JEE 99% വാങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾ വീണ്ടും ഒരു അപ്ലിക്കേഷൻ ഏതാ വെബ്സൈറ്റ് JEADV.ac.in എന്നുള്ള വെബ്സൈറ്റിൽ പോയി അപ്ലിക്കേഷൻ കൊടുക്കാതെ ഒരു കാരണവശാലും നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് പരീക്ഷ എഴുതാൻ പറ്റില്ല. മികച്ച സ്കോർ കിട്ടി എൻ്റെ സ്കോറൊക്കെ നല്ല സ്കോറാണ്, ഇനി ഞാൻ വിശ്രമിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. അപ്പൊ 23 ലേറ്റ് ആക്കണ്ട, 23 തന്നെ സെലക്ട് ചെയ്യണം, എക്സാം സെന്റർ സെലക്ട് ചെയ്യണം, പേയ്മെന്റ് ചെയ്യാനുണ്ട്. മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി അതിൽ വരും. അതായത് നിങ്ങൾ ആദ്യം കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ അതിലുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്താൽ മതി. പ്രധാനമായും അതിൽ കൊടുക്കേണ്ടി വരിക നിങ്ങളുടെ എക്സാം സെന്റർ, അതേപോലെ തന്നെ പേയ്മെന്റ് വീണ്ടും അടക്കേണ്ടി വരും. അതിന്റെ കാര്യങ്ങളാണ് ചെയ്യേണ്ടി വരിക. പിന്നെ എക്സാം നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുകയാണ്. മെയ് 18 അഡ്വാൻസ്ഡ് പരീക്ഷ നടക്കുന്നത്. മെയ് 18 അഡ്വാൻസ്ഡ് പരീക്ഷ നടക്കുന്നത്. ജൂൺ 2 അല്ലെങ്കിൽ ജൂൺ 3, മിക്കവാറും ജൂൺ 2 തന്നെയായിരിക്കും. ജൂൺ 2 അല്ലെങ്കിൽ ജൂൺ 3 തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ വളരെ കൃത്യമായിട്ട് അതിന്റെ ഷെഡ്യൂൾ നേരത്തെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ കാര്യത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ ചോദ്യം അതിന്റെ ഉത്തരം വരുന്നത്. അഡ്വാൻസ്ഡ് എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. എലിജിബിൾ ആണെങ്കിൽ ഈ കാര്യങ്ങളും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. എപ്പോഴാണ് മറക്കല്ലേ? ഏപ്രിൽ 23 മുതൽ മെയ് 2 വരെയാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. സൈറ്റിന്റെ വെബ്സൈറ്റ് അഡ്രസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയ് 18 പരീക്ഷ നടക്കുന്നത്. ജൂൺ 2 അല്ലെങ്കിൽ 3 റിസൾട്ട് ഉണ്ടാവും. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ 2 മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളായി. ഇനി സമയം കളയാതെ നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോവാണ്. ഇതെന്താ? ഇനി നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്,
ഈ നിങ്ങൾക്കിപ്പോൾ IIT-കളിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ പെർസെൻറ്റേജ് സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ മികച്ച പെർസെൻറ്റേജ് സ്കോർ വെച്ചിട്ട് മറ്റ് ചില സ്ഥാപനങ്ങളിലേക്ക്, അതായത് NIT-കൾ പോലെ IIT-കൾ പോലെ മറ്റ് ചില സ്ഥാപനങ്ങളിലേക്ക് ഈ വർഷം തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ട്. അതിൻ്റെ സാധ്യത എത്രത്തോളം ഉണ്ട്, അതിന് ഏതൊക്കെ സ്ഥാപനങ്ങളാണ് ഈ സ്കോർ ആക്സെപ്റ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഏകദേശം നിങ്ങൾക്കറിയാം 60,000 മുകളിൽ സീറ്റുകൾ നമുക്ക് ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അത് പ്രധാനമായിട്ടും NIT-കൾ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, NIT-കളിലേക്കാണ് JEE മെയിൻ, അതായത് അഡ്വാൻസ്ഡ് നോക്കാതെ JEE മെയിൻ സ്കോർ വഴി പ്രധാനമായും പ്രവേശനം കിട്ടുന്നത് NIT-കളിലേക്കാണ്. IIIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായി കോട്ടയത്തും IIIT-കളുണ്ട്. പക്ഷെ വളരെ ശ്രദ്ധിക്കണം, IIIT-കളുടെ താരതമ്യേന ഫീസ് സ്ട്രക്ചർ കൂടുതലാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു 15 to 20 lakhs ആ റേഞ്ചിലൊക്കെ കോഴ്സ് കഴിയുമ്പോഴേക്കാവും. താരതമ്യേന ഫീസ് കുറച്ച് കൂടുതലാണ്, ശ്രദ്ധിക്കണം. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പ്ലേസ്മെന്റ് ഒക്കെ ഉള്ളതാണ് IIIT-കൾ. പല ആൾക്കാർക്കും IIIT-കൾ, ഞാൻ തന്നെ പല പ്രോഗ്രാംസിലും സെമിനാർസിലൊക്കെ IIIT എന്ന് എഴുതുമ്പോൾ പിള്ളേർ ഫ്രണ്ടിലിരിക്കുന്ന പിള്ളേർ സാർ തെറ്റിപ്പോയി, സ്പെല്ലിംഗ് ഒരു I അധികമാണ്. അപ്പൊ മക്കളത് I അധികമല്ല, അത് ശരിക്കും I എന്ന് വെച്ചാൽ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള I ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. IT ഫീൽഡൊക്കെ വളരെ നല്ല പ്ലേസ്മെന്റ്, ജോലി ലഭിക്കാനുള്ള കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് IIT-കൾ. അതേപോലെ തന്നെ GFTA, ഗവൺമെന്റ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതിന് CFTA എന്നും കൂടെ പറയാം, സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ ഗവൺമെന്റ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. കൂടുതൽ നോർത്തിലാണ്. IIEST, RGIPT, IAST തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ അതിന് നമ്മുടെ സ്കോർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗവൺമെന്റ് ഫണ്ട് ഓൾമോസ്റ്റ് എനിക്ക് 40-ലധികം ഗവൺമെന്റ് ഫണ്ട് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. നല്ല എണ്ണം സീറ്റുകൾ അതിലുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്, ഏതൊക്കെയാണ് കൃത്യമായിട്ട് വിവരങ്ങൾ തരും. പിന്നെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു JEE സ്കോർ എന്ന് പറയുമ്പോൾ കേവലം IIT-കളിലേക്ക് മാത്രമുള്ളൊരു പ്രവേശനമല്ല ഇതിൽ നടക്കുന്നത്. ഒരുപാട് ഓർഗനൈസേഷൻസ്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഈ സ്കോർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് മക്കൾ ഇതിൽ കാണുന്നത്. പിന്നെ ഡൽഹി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, NSUT എന്ന് വെച്ചാൽ നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആണ്. അതേപോലെ തന്നെ ICT ഒക്കെ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ മുംബൈയിൽ ഏറ്റവും മികച്ച സ്ഥാപനമാണ് ICT. പിന്നെ നാഗ്പൂരിൽ നിങ്ങൾക്കറിയാം ഫയർ എഞ്ചിനീയറിംഗ്, ഈ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് കോഴ്സുകൾ ഏറ്റവും മികച്ച കോഴ്സ് വന്നൊരു കോഴ്സാണ് ഫയർ എഞ്ചിനീയറിംഗ്. കാരണം വളരെ റെയർ ആണ്, കഴിഞ്ഞവർക്കൊക്കെ നല്ല പ്ലേസ്മെന്റ് ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫയർ എഞ്ചിനീയറിംഗ് കോളേജാണ് നാഷണൽ ഫയർ സർവീസ് കോളേജ് നാഗ്പൂർ. അതേപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ സ്റ്റാറ്റി പഠിക്കണമെങ്കിൽ ISI-ൽ അതിന്റെ സ്കോർ, ISI-ൽ നമ്മുടെ JEE മെയിൻ്റെ സ്കോർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കൂടിയിട്ട് 61,000-ഓളം സീറ്റുകളുണ്ട്, 60,000-ലധികം സീറ്റുകളുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞ എന്താ മക്കളുടെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, ഏതൊക്കെ സ്ഥാപനങ്ങളാണ് പ്രധാനമായും JEE മെയിൻ്റെ സ്കോർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അതിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്ലൈഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഓൾമോസ്റ്റ് 60,000-ലധികം സീറ്റ് ഉണ്ടെന്ന് ഓർമ്മിക്കുക. അപ്പോൾ IIT-കളോ NIT-കളോ മാത്രമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കാതെ ഈ സീറ്റുകളും കൂടെ, ഈ കോളേജുകളിലും കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങളുടെ പോസിബിലിറ്റീസ് വർദ്ധിക്കും, നിങ്ങളുടെ സാധ്യതകൾ വർദ്ധിക്കുന്നുള്ള കാര്യം കൂടെ മക്കളെ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് കുറെ സ്ലൈഡ്സിലോട്ട് ഞാൻ കുറച്ച് സ്പീഡാക്കാണ്. ഇനി നമ്മൾ പോകുന്നത് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, ഈ പ്രധാനപ്പെട്ട NITs ഏതൊക്കെയാണ്. 32-ൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഒരു NIT-ൽ ഇപ്പോൾ അലോട്ട്മെന്റ് ഇല്ല, 31 ആണ് കാണിക്കുന്നത്. എന്നാൽ ഞാനിവിടെ ലിസ്റ്റിൽ 32 NITs-ന്റെ ലിസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് സ്കാറ്റർ ചെയ്ത് ചെതറി കിടക്കുകയാണ്. ഇപ്പൊ ജലന്ധറിലുണ്ട്, ജയ്പൂരിലുണ്ട്, ഭോപ്പാലിലുണ്ട്, അലഹബാദിലുണ്ട്, അഗർത്തലയിലുണ്ട്, കാലിക്കറ്റ് ഉണ്ട്, ഡൽഹി ഉണ്ട്, ദുർഗാപൂർ ഉണ്ട്, ഗോവയുണ്ട്, ഹമീർപൂർ ഉണ്ട്, സൂറത്കൽ ഉണ്ട്, മേഘാലയ, നാഗാലാൻഡ്, പാറ്റ്ന, പുതുച്ചേരി, റായ്പൂർ, സിക്കിം, അരുണാചൽ, അങ്ങനെ 31 കണക്കാക്കിയാൽ മതി. 32 വേണ്ട, 31 NIT-കളിലേക്ക് ഇപ്പൊ അലോട്ട്മെന്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും NIT-കൾ എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എവിടെയൊക്കെ പോയി പഠിക്കും എന്നുള്ളതിന്റെ ഒരു ധാരണ ആദ്യം തന്നെ ഉണ്ടാക്കണം. ഇപ്പൊ പൊതുവേ കുട്ടികളെ അലോട്ട്മെന്റിന്റെ സമയത്ത് ചെയ്യുന്ന ഒരു വിഡ്ഢിത്തം എന്ന് തന്നെ ഞാൻ അതിനെ പറയും. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ചാടിക്കയറി അലോട്ട്മെന്റ് കൊടുക്കും. പിന്നെ അത് കിട്ടിക്കഴിഞ്ഞിട്ട്, ഇപ്പൊ കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്, അതായത് ഒരു നീറ്റ് അലോട്ട്മെന്റ് ശ്രീനഗറിൽ ഒരു കുട്ടിക്ക് ഈ അഡ്മിഷൻ കിട്ടി. ലാസ്റ്റ് അവൻ അവിടെ പോവാതെ വലിയ ബുദ്ധിമുട്ടായി. അപ്പൊ നിങ്ങളാണ് മക്കളെ അവിടെ പോയി പഠിക്കേണ്ടത്. അവിടെ പോയി പഠിക്കേണ്ടത് രക്ഷിതാക്കളല്ല, നിങ്ങളുടെ സുഹൃത്തുക്കളല്ല, നിങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് എവിടെ വരെയൊക്കെ പോവാം, എവിടെയൊക്കെ പോയി പഠിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഓരോ സ്ഥലങ്ങളും വ്യത്യസ്തമായ കാലാവസ്ഥയാണ്, വ്യത്യസ്തമായ ആൾക്കാരാണ്. അതൊക്കെ നമ്മൾ പൊരുത്തപ്പെടണം, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇത്രയും NITs ഉണ്ട്. അപ്പൊ ഈ NITs-ലൊക്കെ ധാരാളം സീറ്റുകളുണ്ട്. അപ്പൊ ഈ NIT-ൽ നിങ്ങൾക്ക് ഏതൊക്കെ NIT-ൽ പോവാം എന്നുള്ള ധാരണ ആദ്യം തന്നെ ഉണ്ടാക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് JEE-ന്റെ കൗൺസിലിംഗ് പ്രൊസീജിയർ, അലോട്ട്മെന്റ് പ്രൊസീജിയർ. ആദ്യം തന്നെ ഈ ലിസ്റ്റ് നോക്കിയിട്ട് ഏതുവരെയൊക്കെ നിങ്ങൾക്ക് പോവാം, ഏതൊക്കെ സംസ്ഥാനത്തിൽ പോവാം. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഈ 31 NIT-കൾ എന്ന് ഞാൻ പറഞ്ഞതിൽ ഏറ്റവും മികച്ച NIT-കൾ ഏതൊക്കെയാണ്.
ഇപ്പൊ 31 NITs ഉണ്ട്. ഏതൊക്കെയാണ് ഏറ്റവും മികച്ച NITs ചോദിച്ചാൽ അതിന്റെ കൃത്യമായ ഉത്തരം നമുക്കുണ്ട്. ഇപ്പൊ പലതരത്തിലുള്ള റാങ്കിങ് അല്ലെങ്കിൽ റേറ്റിംഗ് ഉണ്ട് NITകൾക്ക്. അപ്പൊ ആദ്യത്തെ 10 സ്ഥാനത്തുള്ള NITയുടെ പേര് എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ ഒരു വെബ്സൈറ്റിൽ കാണുന്നതായിരിക്കില്ല മറ്റൊരു വെബ്സൈറ്റ്. കാരണം പല റാങ്കിങ്ങുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ NITകളെ തരംതിരിച്ചിരിക്കുന്നത്. പ്ലേസ്മെന്റ് ഉണ്ടാവും, പിന്നെ അവിടുത്തെ ഫെസിലിറ്റീസ് വെച്ചിട്ട് ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ടൊക്കെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ നമുക്കിപ്പോ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും മികച്ച NIT ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡുകൾ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്ത ഒരു 10 NITയുടെ ലിസ്റ്റാണ്. ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അലോട്ട്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഈ NITകളിലേക്കുള്ള ഒരു പ്രവേശനം നിങ്ങൾ ആദ്യം പ്രിഫറൻസ് ഓർഡറിൽ ഇതിനൊക്കെ ആദ്യം വെച്ചിട്ട് കൊടുക്കുക, നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട്. അപ്പൊ അതിന് മെയിനായിട്ട് വരുന്ന ട്രിച്ച് വളരെ പഴയ NITs ആണ്. പല ഏറ്റവും വലിയ ആൾക്കാരൊക്കെ, അതായത് നമ്മുടെ ടോപ്പ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്ന ഒരു ക്യാമ്പസ്, തിരുച്ചിറപ്പള്ളി ഇറങ്ങി വരുന്ന ആ ഒരു ക്യാമ്പസിൽ നിന്ന് ഇറങ്ങി വരുന്ന അവരുടെ പല ഫംഗ്ഷൻസിൽ സംബന്ധിക്കുന്ന വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ നിങ്ങൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും. ടോപ്പ് പ്രൊഫഷണൽ വാർത്തെടുക്കുന്ന ഏറ്റവും മികച്ച ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് NIT ആണ് NIT ട്രിച്ചി. അതേപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത്, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലും ഉണ്ട്, തമിഴ്നാട്ടിലുണ്ട്, കർണാടകത്തിലും ഉണ്ട് അല്ലേ. ഇപ്പൊ കർണാടകത്തിൽ സൂറത്കൽ, നമ്മുടെ മാംഗ്ലൂർ, ഉടുപ്പി ഒക്കെ പോകുന്ന സമയത്ത് ഓൾമോസ്റ്റ് മംഗലാപുരം കഴിഞ്ഞ് ഉടുപ്പിക്ക് ഇടയിൽ വരുന്ന ഒരു സ്ഥലമാണ് സൂറത്കൽ. അവിടെയാണ് എന്ത് വരുന്നത്, കർണാടകത്തിലെ NIT വരുന്നത്. പിന്നെ നമ്മുടെ റൂർക്കൽ, ഒഡീഷയിലെ റൂർക്കലിലുണ്ട്. പിന്നെ തെലങ്കാനയിലുള്ള വാറങ്കലിലുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായി കാലിക്കറ്റ് NIT ഉണ്ട്. ഈ കാലിക്കറ്റ് NITയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, 50% സീറ്റുകൾ നമ്മുടെ മലയാളികൾക്കായിട്ട് മാത്രം സംവരണം ചെയ്തിരിക്കുകയാണ്. അപ്പൊ എവിടെ കിട്ടുന്നതിനെക്കാട്ട് സാധ്യത കാലിക്കറ്റ് കിട്ടാനാണ്. അതിന്റെ പോസിബിലിറ്റി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ജയ്പൂർ ഉണ്ട്, രാജസ്ഥാനിലെ ജയ്പൂർ ഉണ്ട്, അത് മികച്ചൊരു NIT ആണ്. പിന്നെ ആസാമിലെ സിൽച്ചാറിലുണ്ട്, അതും നല്ലൊരു NIT ആണ്, നല്ല റേറ്റിംഗ് വരുന്ന ഒരു NIT തന്നെയാണ്. പിന്നെ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ നല്ല NIT തന്നെയാണ്. പിന്നെ വെസ്റ്റ് ബംഗാളിലെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്, വെസ്റ്റ് ബംഗാളിലേക്കൊക്കെ നിങ്ങൾ പോവോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഞാനല്ല പറയേണ്ടത്, നിങ്ങളാണ്. അപ്പൊ ആദ്യം അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. ഞാൻ എവിടെ വരെയൊക്കെ പോവും. അപ്പൊ ചില കുട്ടികൾക്ക് ഇതിന്റെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അവിടുത്തെ ഭക്ഷണം പറ്റില്ല, താമസം പറ്റില്ല, ക്ലൈമറ്റ് പറ്റില്ല എന്നൊക്കെ. അപ്പൊ അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ ഞാനിപ്പോ റേറ്റിംഗിൽ എടുത്ത് നോക്കുന്ന സമയത്ത് ദുർഗാപൂർ, വെസ്റ്റ് ബംഗാൾ ദുർഗാപൂർ NIT മികച്ച NITകളുടെ കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ ജലന്ധറിൽ, പഞ്ചാബിലെ ജലന്ധറിലുള്ള NIT കുഴപ്പമില്ലാത്ത NIT ആണ്. പിന്നെ ഉത്തർപ്രദേശിലെ അലഹബാദ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പല NITകളും എന്ന് പറയുന്നത് അതിന്റെ റേറ്റിംഗും റാങ്കിങ് ഒക്കെ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇത് ഏകദേശം എല്ലാ ഘടകങ്ങളും പരിഗണിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ലിസ്റ്റാണ്. ഇതൊന്ന് നോട്ട് ചെയ്യാം. അപ്പൊ മനസ്സിലായല്ലോ, ഐഡിയ കിട്ടിയല്ലോ, പ്രധാനപ്പെട്ട NIT. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു പ്രൊസീജിയർ തുടർന്ന് വരുന്നത് ഞാൻ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ IITകളിലേക്കുള്ള പ്രവേശനം, JEE അഡ്വാൻസിന്റെ കാര്യം പറഞ്ഞു. പിന്നെ പ്രധാനപ്പെട്ട മറ്റു ഓർഗനൈസേഷൻസിന്റെ, ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ കാര്യം പറഞ്ഞു. ഇതിപ്പോ കൃത്യമായിട്ട് ഞാൻ മികച്ച NITകളുടെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഒരു സംശയം എന്ന് പറയുന്നത്, എത്ര റാങ്ക് വരെ കിട്ടിക്കഴിഞ്ഞാൽ പ്രവേശനം കിട്ടും, അതായത് നമുക്ക് എത്ര റാങ്ക് വരെ കിട്ടിക്കഴിഞ്ഞാൽ പ്രവേശനം കിട്ടുന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിലുണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം, അതിന്റെ ഏറ്റവും വലിയൊരു ഉത്തരം നമ്മൾ തേടേണ്ടത് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായ കാലിക്കറ്റ് NIT എന്നാണ്. അപ്പൊ ഞാൻ ഈ റാങ്ക് വെച്ചിരിക്കുന്നത് CRL-ആണ്, അതായത് കോമൺ റാങ്ക് ലിസ്റ്റ് ആണ്. അതായത് നിങ്ങൾക്കറിയാം, CRL ഉണ്ട്, കോമൺ റാങ്ക് ലിസ്റ്റ് ഉണ്ട്, OBC വിഭാഗത്തിന്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ SC/ST വിഭാഗത്തിനുണ്ട്, EWS ഉണ്ട്. അപ്പൊ എല്ലാം കാണിച്ച് കൺഫ്യൂഷൻ ആക്കുന്നതിന് പകരം അതൊക്കെ നിങ്ങൾക്ക് ജോസേന്റെ സൈറ്റ് അഡ്രസ് ഒക്കെ ഞാൻ കൃത്യമായിട്ട് തരാം. ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് OBCൻ്റെതും അതേപോലെ തന്നെ EWS നിങ്ങളുടെ കാറ്റഗറി റാങ്ക് കൃത്യമായിട്ട് കിട്ടും. ഇത് ഞാൻ ജനറൽ വിഭാഗത്തിലെ റാങ്ക് വെച്ചിട്ട് കാലിക്കറ്റ് NITയിലുള്ള ഈ വർഷത്തെ പോസിബിലിറ്റീസ് പറയാണ്. ഇതൊരു പ്രഡിക്ഷൻ ആണ്, ഏകദേശം സാധ്യത. പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ 100% പെർഫെക്റ്റ് ആയിട്ട് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും കഴിവിന്റെ പരമാവധി കാര്യങ്ങൾ ഡാറ്റ അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രഡിക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വർഷം കാലിക്കറ്റ് NITയിൽ അവസാന റൗണ്ട്, അതായത് നമ്മൾ ജോസ എന്നുള്ള ഒരു കൗൺസിലിംഗ് വഴിയാണ് നമുക്കിതിന് പ്രവേശനം നേടുക അല്ലെ. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയും. ഈ ജോസ കൗൺസിലിംഗിൽ 6 റൗണ്ടുകളുണ്ട്. അതിൽ അവസാന റൗണ്ട് എത്തുമ്പോഴേക്കും സാധ്യതയുള്ള റാങ്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസിന് കോമൺ റാങ്ക് ലിസ്റ്റിൽ, അതായത് ഓൾ ഇന്ത്യ ജനറൽ റാങ്ക് 9000 വരെയാണ് കാലിക്കറ്റിൽ ഇപ്രാവശ്യം സാധ്യത കൽപ്പിക്കുന്നത്. ഇതൊരു എക്സ്പെർട്ട് പാനല് പല കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡാറ്റയാണ്. അതിൽ ചെറിയ വേരിയേഷൻ വന്നേക്കാം, എന്നാൽ അപ്രോക്സിമേറ്റ് നമുക്ക് ഇതിലൊന്ന് ഏകദേശം ഇതിന്റെ സമീപത്തൊക്കെ തന്നെ വരും. വലിയ വ്യത്യാസമൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇപ്പൊ 9000 ഇതിന് 9000, കമ്പ്യൂട്ടർ സയൻസിന് 9000 വരെ എക്സ്പെക്ട് ചെയ്താൽ. ഓൾ ഇന്ത്യ റാങ്ക് ആണ്, സെൻട്രൽ റാങ്ക് ലിസ്റ്റിൽ ഓൾ ഇന്ത്യ റാങ്ക് ആണ്, ജനറൽ കാറ്റഗറിയാണ്. OBC വിഭാഗത്തിലെ കുട്ടികൾ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് കിട്ടും, SC/ST-കാർക്ക് അതിനേക്കാൾ അഡ്വാൻറ്റേജ് കിട്ടും, EWS-കാർക്ക് അഡ്വാൻറ്റേജ് കിട്ടും. ഇത് ജനറൽ വിഭാഗക്കാരുടെ റാങ്ക് ആണ്. ഓക്കെ,
ഈസി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞു. ഇലക്ട്രോണിക്സിൽ 12,000 വരെ ഇലക്ട്രോണിക്സിൽ 12,000 വരെ നമുക്ക് റാങ്ക് എക്സ്പെക്ട് ചെയ്യാം. ഓൾ ഇന്ത്യ റാങ്ക്, സെൻട്രൽ റാങ്ക് ലിസ്റ്റിൽ, കോമൺ റാങ്ക് ലിസ്റ്റിൽ 12,000 വരെ എക്സ്പെക്ട് ചെയ്യാം. ഇലക്ട്രിക്കൽ 15,500 വരെ 15,500 15,500 വരെ നമുക്ക് ഇലക്ട്രിക്കൽ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ മറ്റൊരു ബ്രാഞ്ചാണ് എഞ്ചിനീയറിംഗ് ഫിസിക്സ്. അത്രത്തോളം ഡിമാൻഡ് ഉണ്ട് വെച്ചാൽ ചില കുട്ടികൾ സ്പെസിഫിക് ആയിട്ട് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഒക്കെ എടുക്കുന്നുണ്ട്. കാരണം ഫിസിക്സ് ഭയങ്കര ഇഷ്ടമാണ്, അതേസമയത്ത് എഞ്ചിനീയറിംഗ് പഠിക്കണം, പിന്നെ പല കാര്യങ്ങളുടെയും ഫിസിക്സിന്റെ ഒരു ആസ്പെക്ട്സ് നന്നായിട്ട് മനസ്സിലാക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള കുട്ടികൾ സെലക്റ്റീവ് ആയിട്ട് കാലിക്കറ്റ് NIT എടുക്കുന്ന ബ്രാഞ്ചാണ് എഞ്ചിനീയറിംഗ് ഫിസിക്സ്. 21,000 റാങ്ക് വരെ അതിന് പ്രവേശന സാധ്യതകളുണ്ട്. പിന്നെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് കഴിഞ്ഞാൽ പിന്നെ അതെന്താ ചെറിയൊരു എറർ വന്നതാണ്. കെമിക്കൽ വന്നിരിക്കുന്നത് 31,000 വരെയാണ് കെമിക്കൽ വന്നിരിക്കുന്നത്. ബയോടെക്നോളജി എന്ന് പറയുന്നത് വന്നിരിക്കുന്നത് 33,000 33,000 വരെ ബയോടെക്നോളജിക്ക് വന്നിട്ടുണ്ട്. മെറ്റീരിയൽ സയൻസ് 36,000, സിവിൽ വന്നിരിക്കുന്നത് 40,000 ആണ്. ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ഡാറ്റ, അതിലൊരു ചെറിയൊരു ബ്രാഞ്ച് എന്ന് വന്നിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാം. ലാസ്റ്റ് ഞാനത് മെക്കാനിക്കലാണ് കേട്ടോ. ഇത് മെക്കാനിക്കലാണ്. ഈ ബ്രാഞ്ച് മെക്കാനിക്കൽ ബ്രാഞ്ചാണ് കേട്ടോ. അത് ബ്രാഞ്ചിൽ നിന്ന് കാണുന്നില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോഴേ തിരക്ക് പിടിച്ച് അടിച്ച സമയത്ത് വന്നതാണ്. അതിന് കറക്റ്റ് ചെയ്യണ്ടല്ലോ നിങ്ങൾക്ക്, പിന്നെ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. കമ്പ്യൂട്ടർ സയൻസ് 9,000, ഈ ഇലക്ട്രോണിക്സ് 12,000 വരെ വരാം, ഇലക്ട്രിക്കൽ 15,000. പിന്നെ ഞാനൊരു കാര്യം വ്യക്തമായിട്ട് നിങ്ങളോട് പറയാം. ഈ ബ്രാഞ്ചിന്റെ പുറകെ നിങ്ങൾ ഓടുന്നതിനേക്കാളും കോളേജ് നോക്കിയാൽ മതി. ഇപ്പോൾ നല്ല കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ ഏത് ബ്രാഞ്ചാലും കുഴപ്പമില്ല. സ്പെസിഫിക് ആയിട്ട് ഇന്ന ബ്രാഞ്ച് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റാങ്ക് നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ റാങ്കും കുറവാണ്, എനിക്ക് ഇന്ന ബ്രാഞ്ച് തന്നെ വേണമെന്ന് നിർബന്ധം വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ നല്ല കോളേജുകൾ കിട്ടിയാൽ പോവാം, ബ്രാഞ്ച് കുഴപ്പമില്ല എന്നുള്ള പ്രിഫറൻസിൽ പോയി കഴിഞ്ഞാൽ NIT ഫസ്റ്റ് ലെവലിൽ തന്നെ അഡ്മിഷൻ കിട്ടും. അപ്പോൾ ഞാനിത് പറഞ്ഞില്ല, ഇതെന്താ എഞ്ചിനീയറിംഗ് ഫിസിക്സ്, ഇവിടെ എന്താ വന്നേ, ഇതെന്താ ബ്രാഞ്ച് ബ്രാഞ്ച് കൊടുത്തില്ല, അത് മെക്കാനിക്കലാണ്. മെക്കാനിക്കൽ 22,000 വരെ പോയിട്ടുണ്ട്. കെമിക്കൽ 31,000. നിങ്ങൾ വിദേശ രാജ്യങ്ങളൊക്കെ പോകാൻ റെഡിയാണ്, ഒരു കെമിക്കൽ പ്ലാന്റിലൊക്കെ വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും കെമിക്കൽ എഞ്ചിനീയറിംഗ് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് കെമിക്കൽ പ്ലാന്റ്സിൽ എനിക്ക് തോന്നുന്ന ഒരു 6 lakhs പ്ലസ് ഒക്കെ സാലറിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ പേഴ്സണലായിട്ട് എനിക്ക് അറിയുന്നവരുണ്ട്. പക്ഷെ അതിന് നമ്മൾ വില്ലിംഗ് ആവണം. ഒരു കെമിക്കൽ പ്ലാന്റിൽ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാനും ഒരു കെമിക്കൽ ഫാക്ടറിന്റെ ആംബിയൻസിൽ വർക്ക് ചെയ്യാനൊക്കെ നമ്മൾ റെഡി ആവണം. അങ്ങനെയാണെങ്കിൽ ഈ കെമിക്കൽ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ പൊതുവേ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിന്റെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല സ്ഥലത്തും പല ബുദ്ധിമുട്ടുകൾ കരിയറിലൊക്കെ, കമ്പ്യൂട്ടർ സയൻസിലെ കുട്ടികളെ കരിയറൊക്കെ കുറച്ച് ഡൗൺ ആവണമെന്നൊരു വാർത്തകളൊക്കെ പല ഭാഗത്ത് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു സ്റ്റേബിളായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്ന ബ്രാഞ്ചുകളാണ്. അതേപോലെ തന്നെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് ബയോടെക്നോളജി, അതും കൂടെ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. പിന്നെ മെറ്റീരിയൽ സയൻസ്, അതൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് 40,000 വരെ പോകും. അപ്പോൾ ഏകദേശം ഇതിന്റെ അടുത്തുള്ള ഒരു റാങ്ക് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാലിക്കറ്റ് NIT. ഇത് എന്ത് റാങ്കാ മക്കളെ, ഇതെന്ത് റാങ്കാ? കോമൺ റാങ്ക് ലിസ്റ്റ്, CRL ആണ്, കാറ്റഗറി റാങ്ക് അല്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കാലിക്കറ്റ് NITന്റെ പ്രവേശന സാധ്യതകൾ. പിന്നെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ, അതായത് മറ്റ് NITകളിൽ എത്രത്തോളം റാങ്ക് കിട്ടിയാൽ അഡ്മിഷൻ കിട്ടും എന്നുള്ളൊരു ഡൗട്ട് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ കേരളത്തിൽ NIT എവിടെ കാലിക്കറ്റ് NITയിൽ 50% നമ്മുടെ മലയാളികൾക്ക് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ. അതുപോലെ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ 50% അവിടുത്തെ കുട്ടികൾക്കാണ്, കർണാടകയിൽ പോയാൽ 50% അവിടുത്തെ കുട്ടികൾക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ പോസിബിലിറ്റീസ് കുറവാണ്. അത് ഈ ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാലിക്കറ്റ് NITന്റെ എത്ര നമ്മൾ പോയത്, കാലിക്കറ്റ് NITയിൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ 36, 33 കണ്ടില്ല, റേഞ്ച് നിങ്ങൾ കണ്ടല്ലോ. കാലിക്കറ്റ് NITയിലെ റേഞ്ച് 9, 12, 15, 21, 22, 31, 33 കണ്ടില്ലേ. ഇനി നിങ്ങൾ ഞെട്ടിപ്പോകുന്നത് അടുത്ത ഒരു കാര്യം കാണുമ്പോഴാണ് കേട്ടോ. നമ്മുടെ തൊട്ടടുത്തുള്ള NITs ഈ ട്രിച്ചി, സൂറത്കൽ, വാറങ്കൽ, റൂർക്കല, ഇതൊക്കെ ടയർ 1 NITs ആണ്. അപ്പൊ ഈ 31 NITകളെ ടയർ 1, ടയർ 2, ടയർ 3 എന്ന് തരംതിരിച്ചിട്ടുണ്ട്. ഈ ടയർ 1ലാണ് ഈ ടോപ്പ് NITs ആയി ട്രിച്ചി, സൂറത്കലൊക്കെ വരുന്നത്. ഈ ടയർ 2 വരുമ്പോഴാണ് ഈ ജലന്ധർ അങ്ങനത്തെ സംഗതികളൊക്കെ വരുന്നത്. ടയർ 3 എന്ന് പറയുമ്പോൾ അത് നോർത്ത് ഈസ്റ്റിലേക്ക് പോകും. അപ്പൊ ടയർ 3 കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ താരതമ്യേന അക്കാഡമിക് ക്വാളിറ്റി അത്ര വലിയൊരു എക്സലന്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ കഴിയുന്നത് ടയർ 1, ടയർ 2 തന്നെ അഡ്മിഷൻ എടുക്കാൻ നോക്കുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു NIT മതി എന്നുണ്ടെങ്കിൽ ടയർ 3 പോകുന്നതിനും കുഴപ്പമില്ല. അപ്പൊ മക്കളെ ഇതൊന്നും നോക്കി, ഈ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒന്നും കൂടെ നിങ്ങളുടെ റാങ്ക് എത്രത്തോളം നിങ്ങളുടെ റാങ്കിന് ഈ പ്രാവശ്യം അഡ്മിഷൻ കിട്ടും എന്നുള്ളതിന്റെ ഒരു വ്യക്തത നിങ്ങൾക്ക് ഉണ്ടാവും. ശരിക്കും ഒന്ന് വ്യക്തമായിട്ട് നോക്കിയേ.
അപ്പോൾ നമുക്ക് ട്രിച്ചിയിൽ കമ്പ്യൂട്ടർ സയൻസിന് വന്നിരിക്കുന്നത്, കേരളത്തിലെ കമ്പ്യൂട്ടർ സയൻസിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. എത്രയാത്? CS 9,000 റാങ്ക് വരെ പോയില്ലേ? അതെന്തുകൊണ്ടാണ് 9,000 റാങ്ക് വരെ പോയത്? അത് നമ്മുടെ കേരളത്തിലെ കമ്പ്യൂട്ടർ സയൻസിന്റെ അല്ലെങ്കിൽ ഏത് ബ്രാഞ്ച് ആയി കഴിഞ്ഞാൽ 50% മലയാളികൾക്കാണ്. പക്ഷേ നമ്മൾ ഇവിടത്തേക്ക് പോകുന്ന സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ആ 50% നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓൾ ഇന്ത്യ കോട്ടയിലല്ലേ പോകുന്നത്, അതായത് സ്റ്റേറ്റ് കോട്ട നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ട്രിച്ചിയിൽ നോക്കിയാൽ കമ്പ്യൂട്ടർ സയൻസ് 1224 വരെയാണ് പോകുന്നത്. അപ്പൊ അത് ഇലക്ട്രോണിക്സ് ആകുമ്പോൾ 3546, ഇലക്ട്രിക്കൽ ആകുമ്പോൾ 6040, മെക്കാനിക്കൽ ആകുമ്പോൾ 9300. അപ്പൊ 9300 ആകുമ്പോഴത്തേക്ക് കോർ ബ്രാഞ്ചുകളായ ഈ മെക്കാനിക്കൽ വരെ തീർന്നു. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. അപ്പൊ താരതമ്യേന നിങ്ങളെ അഡ്മിഷൻ കിട്ടാൻ ഏറ്റവും പോസിബിലിറ്റി ഉള്ളത് എവിടെയാണ്? കേരളത്തിലാണ്. അപ്പൊ ബ്രാഞ്ച് കമ്പ്യൂട്ടർ സയൻസ് വേണമെന്ന് നിർബന്ധം പിടിക്കാതെ മറ്റ് ബ്രാഞ്ചുകൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 40,000 റാങ്ക് വരെ കേരളത്തിൽ NITകൾ പ്രവേശനം കിട്ടുന്നുണ്ട്. OBC ആണെങ്കിൽ വീണ്ടും നിങ്ങളുടെ റാങ്ക് ലെവല് പിന്നെയും കുറച്ചും കൂടെ മുകളിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ റാങ്ക് നല്ല റാങ്ക് ആണെങ്കിൽ എവിടെ അഡ്മിഷൻ കിട്ടും എന്നുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. സ്ഥലത്തിന്റെ ഐഡിയ ഉണ്ടാവണം. കോഴ്സിന്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. ഞാൻ പിന്നെ കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല, വായിച്ചാൽ മനസ്സിലാവില്ല. കമ്പ്യൂട്ടർ സയൻസിന് എത്ര വരെ? ജയ്പൂരിൽ 4711 വരെ പോയിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഒരു ഡിസ്പ്ലേ കാണുമ്പോൾ ഞാൻ വീണ്ടും അത് വായിച്ചുകൊണ്ടിരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഓൾറെഡി നിങ്ങൾക്ക് ഇത് കാണാം. അപ്പൊ അതിന്റെ മുകളിൽ ബ്രാഞ്ച് എഴുതിയിട്ടുണ്ട്. മെക്കാനിക്കൽ ഇവിടെ കണ്ട ലാസ്റ്റ് ടയർ 1 ലാസ്റ്റ് സിൽച്ചാറിൽ, ആസാമിലെ സിൽച്ചാറിൽ 32,251 റാങ്ക് വരെ മെക്കാനിക്കൽ എടുത്തിട്ടുണ്ട്. അതേസമയത്ത് നമുക്ക് കാലിക്കറ്റ് എത്രയാ പോയാൽ? കാലിക്കറ്റ് ഇതാ 22,000 വരെ. അപ്പൊ അത് ശരിക്കും ഇതിന്റെ ഒരു ധാരണ ഉണ്ടാവണം. ഈ അലോട്ട്മെന്റ് എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ കൂടി ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അതിന് നിങ്ങൾ ഒരുപാട് നേരം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കുറച്ച് നേരം വരുന്ന ദിവസങ്ങളിൽ എൻ്റെ ഒരു അഡ്വൈസ് ആണ്, ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൗൺസിലർ, ഒരു കരിയർ ഗൈഡൻസിലെ ഒരു അധ്യാപകൻ എന്നുള്ള എൻ്റെ അഡ്വൈസ് ആണ്, വരുന്ന ദിവസങ്ങളിൽ അതായത് അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഈ ട്രെൻഡ്സ്, അതായത് ഏതൊക്കെ കോഴ്സുകളാണ്, ഏതൊക്കെ NITകളാണ്, അല്ലെങ്കിൽ ഏത് കോളേജുകളാണ്, ഇതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളൊരു നല്ല റിസർച്ച് ചെയ്യണം. നിങ്ങളുടെ പൾസ് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആരാ? മക്കളെ, ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. നിങ്ങളുടെ പൾസ് ഏറ്റവും നന്നായിട്ട് അറിയുന്ന വ്യക്തി ആരാ? നിങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും നന്നായി അറിയുന്ന വ്യക്തി ആരാ? ഞാനാണോ? നിങ്ങളുടെ പാരന്റ് ആണോ? ടീച്ചറാണോ? ഒരിക്കലും നിങ്ങളാണ്. നിങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും നിങ്ങളുടെ അനിഷ്ടങ്ങളും അതൊക്കെ നിങ്ങൾക്കേ അറിയൂ. അപ്പൊ നിങ്ങൾക്ക് എവിടെ പോയി പഠിക്കാനാണ് ഇഷ്ടം, എങ്ങനെയുള്ള ക്യാമ്പസ് ആണ് ഇഷ്ടം, ഇതൊക്കെ നമ്മൾ സെർച്ച് ചെയ്യണം. ഇതിനിപ്പോൾ ഒരുപാട് ടൂളുകളുണ്ട്. ChatGPT ഉണ്ട്, മെറ്റ ഉണ്ട്, അല്ലെ ജെമിനി ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് പല ഇൻഫർമേഷൻസും കളക്ട് ചെയ്ത് ഡീറ്റെയിൽസ് എടുക്കുക. അപ്പൊ ഇത് ഏകദേശം ഇതാ നിങ്ങളുടെ ഒരു വലിയൊരു ചോദ്യത്തിന് ഉത്തരമാണ്. എത്ര റാങ്ക് വരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത NITയിൽ പ്രവേശനം കിട്ടും എന്നുള്ള വ്യക്തമായിട്ടൊരു ഐഡിയ ഇവിടെ ഉണ്ട്. ഇത് എന്താണ്? ജനറൽ റാങ്ക് ആണ്, അതായത് CRL ആണ്. CRL എന്ന് വെച്ചാൽ കോമൺ റാങ്ക് ലിസ്റ്റിന് എടുക്കുന്ന റാങ്ക് ആണ്, റിസർവേഷൻ റാങ്ക് അല്ല. റിസർവേഷൻ ആകുമ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകും. അപ്പൊ നിങ്ങളുടെ റിസർവേഷൻ ഡീറ്റെയിൽസ് ജോസ എന്നുള്ള വെബ്സൈറ്റിൽ ഉണ്ടാവും. വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അവസാനം ഞാൻ തരാം. മക്കൾ, ഇത് ക്ലിയർ ആയല്ലോ? ഇതെന്താ? നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ ഏറ്റവും ടയർ 1, അതായത് കാറ്റഗറി 1 NITകളിൽ പ്രവേശനം കിട്ടാൻ എത്ര റാങ്ക് ഓരോ ബ്രാഞ്ചിന് വേണമെന്നാണ് ഇതിൽ പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തത് IITകളിലേക്ക് പോവാം. ഈ IITകൾ എന്ന് പറയുന്ന സമയത്ത് ശരിക്കും 5 IITകളാണ് ഇപ്പൊ നമുക്ക് ഈ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള IITകൾ. 5 IITകൾ എന്ന് പറയുമ്പോൾ അത് ഈ അലഹബാദ്, അതേപോലെ തന്നെ ഇത് ടോട്ടൽ ആയിട്ടുള്ള ലിസ്റ്റ് ആണ്. ഇത് ടോട്ടല് 25 എണ്ണത്തില് ഓവറോൾ ലിസ്റ്റാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതിപ്പോ നമുക്ക് IITസിന്റെ ലിസ്റ്റാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് NITകളിലേക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അതേപോലെ തന്നെ NITകളുടെ കൂടെ തന്നെ പരിഗണിക്കാൻ വേണ്ടി പറ്റുന്ന മറ്റൊരു ഓപ്ഷനാണ്, കൂടുതൽ IT ഫീൽഡിലേക്ക് പോകാനാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് നമ്മുടെ IITകൾ. നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് IITകൾ, എവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. ഉത്തർപ്രദേശ്, മണിപ്പൂർ, ഹരിയാന, തമിഴ്നാട്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ആസാം, ആന്ധ്രാപ്രദേശ്, പിന്നെ നമ്മുടെ കോട്ടയത്തുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, കോട്ടയത്ത് അതൊരു പ്രൈവറ്റ് പബ്ലിക് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള IIT ആയതുകൊണ്ട് തന്നെ കോഴ്സ് ഫീസ് കുറച്ച് അധികമാണ്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പ്ലേസ്മെന്റ് ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന IT ഫീൽഡിലേക്ക് പോകുന്നവർക്ക് പരിഗണിക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. ധാർവാഡ്, കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ത്രിപുര, ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പൊ ഇന്ത്യ എന്റെ രാജ്യമാണ്, ഇന്ത്യയിൽ എവിടത്തേക്കും പോകാൻ ഞാൻ തയ്യാറാണെന്ന് പ്രതിജ്ഞ എടുത്ത് നിൽക്കുന്ന ഒരു കുട്ടിക്ക്
ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഞാൻ പഠിക്കൂ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഓപ്ഷൻസ് ലിമിറ്റഡ് ആവുന്നത്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ വെബ്സൈറ്റിലൊക്കെ കയറിയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം, സ്ഥലങ്ങളൊക്കെ നോക്കാം. പിന്നെ ഞാൻ സിമ്പിളായിട്ടൊരു ഐഡിയ പറയാം. അതായത് നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു IIT, അതായത് ഇപ്പോൾ ത്രിപുര, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഗർത്തല ത്രിപുര എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ മാപ്പ് എടുക്കുക. ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് അതിൽ ഒന്ന് അടിച്ചു നോക്കുക. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ലേ. അപ്പോൾ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് റേറ്റിംഗ് നോക്കുക. അവർ വെബ്സൈറ്റിൽ കൊടുത്ത ഫോട്ടോസ് അല്ലാതെ പല പബ്ലിക് അതിലിട്ടിരിക്കുന്ന പല ഫോട്ടോസ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും, റിവ്യൂസ് ഉണ്ടാവും, ജെന്യൂൻ റിവ്യൂസ് ഉണ്ടാവും. അപ്പം അതിനാ ഞാൻ പറഞ്ഞു, ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ മൊബൈൽ ഗെയിമിങ്ങും ഇതൊക്കെ കുറച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിലൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യണം. കാരണം ഭാവി വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കൽ സെലക്ട് ചെയ്താൽ പിന്നെ ഇതിന് റിപ്ലൈ ഇല്ല. പിന്നെ ഒരുപാട് കുട്ടികൾ അൺവാണ്ടഡ് ആയിട്ടുള്ള താല്പര്യമില്ലാത്ത കോഴ്സുകൾ ചേർന്ന് ഡ്രോപ്പ് ഔട്ട് ആവുന്നുണ്ട്. ഇതൊക്കെ ഈ ശ്രദ്ധക്കുറവുകൊണ്ട് ഉണ്ടാവുന്നത്. അപ്പം മക്കളോട് ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പം ഞാൻ തന്നെ ഈ കൗൺസിലിംഗ് സമയത്തൊക്കെ ഒരുപാട് പിള്ളേർ വരും, സാറേ എനിക്കിത് താല്പര്യമില്ല, എന്നെ വീട്ടുകാർ കൊണ്ട് ചേർത്തതാണ്, ഇന്ന കോഴ്സിന് എഞ്ചിനീയറിംഗിൽ ചേർത്ത് അത് ഞാൻ ഒഴിവാക്കി വന്നു വീണ്ടും. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. അപ്പം നേരത്തെ പ്ലാൻ ചെയ്യുക, കൃത്യമായിട്ട് അതിനൊരു നല്ല രീതിയിലേക്ക് എത്താൻ വേണ്ടി ആ പ്ലാനിങ് സഹായിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി കോട്ടയത്തിന്റെ കാര്യം നോക്കാം. അപ്പൊ കോട്ടയത്ത് നമ്മൾ പൊതുവെ ഇപ്പോൾ കുറച്ചും കൂടെ ട്രെൻഡിങ് ആയിട്ട് AI ആയിട്ടുള്ള കോഴ്സുകളാണ്. അപ്പൊ നമുക്ക് ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകൾ അല്ലെങ്കിൽ കൺവെൻഷണൽ ആയിട്ടുള്ള മറ്റു കോർ ബ്രാഞ്ചുകളുടെ കൂടെ പല ഓർഗനൈസേഷൻസും, പ്രത്യേകിച്ച് VIT ചെന്നൈയിലൊക്കെ, VIT വെല്ലൂരിലും, അതുപോലെ പല ബിറ്റ്സാറ്റിലും എല്ലാറ്റിലും അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് AI ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ബ്രാഞ്ചുകൾ വരുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് എടുത്തു പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം നമ്മുടെ കോട്ടയത്തുണ്ട്. നമ്മുടെ കോട്ടയത്ത് കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് AI പ്ലസ് ഡാറ്റ സയൻസ്, OS അല്ല DS ആണ് കേട്ടോ. അത് ജസ്റ്റ് ഒരു പ്രിന്റിംഗ് എററാണ്, നിങ്ങൾ നോക്കണം. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിന്റെ കൂടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡാറ്റ സയൻസ്, DS ആണ്, ഡാറ്റ സയൻസും ഉണ്ട്. അതിന് നമുക്കൊരു 32,000 വരെ കോമൺ റാങ്ക് ലിസ്റ്റിൽ ജനറൽ റാങ്ക് 32,000 വരെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കോട്ടയത്തുള്ള നമ്മുടെ IIT ഈ ഡാറ്റ സയൻസും AI വരുന്ന കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് സെലക്ട് ചെയ്യാം. ഇനി പ്യുവർ കമ്പ്യൂട്ടർ സയൻസ് മാത്രമാണെങ്കിൽ ഒരു 36,000 വരെ നമുക്ക് ഇപ്രാവശ്യം എക്സ്പെക്ട് ചെയ്യാം. പിന്നെ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഈ സൈബർ സെക്യൂരിറ്റി വരുന്നത്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഈ ബാങ്കുകളുടെ സർവേഴ്സ്, ഈ നമ്മളിപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേയിലൊക്കെ അല്ലേ, നിങ്ങൾ കണ്ടില്ലേ എത്രത്തോളം നമ്മളൊക്കെ ഒരു 5 വർഷം മുമ്പേ തീരെ ആലോചിക്കാത്തൊരു കാര്യമാണ്. ഇപ്പം നമ്മളൊക്കെ, എനിക്കൊക്കെ തോന്നുന്നു ഞാനൊക്കെ ഒരു പേഴ്സ് കയ്യിലിട്ട് നടന്ന കാലം മറന്നുപോയി. കാരണം നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല UPI പേയ്മെന്റ്. പക്ഷെ അതിൻ്റെയൊക്കെ ആ ഒരു സെക്യൂരിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ബാങ്കുകളുടെ കാര്യങ്ങളായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരൊക്കെ അതൊക്കെ സെക്യൂരിറ്റി കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സൈബർ സെക്യൂരിറ്റിക്ക് ഡിമാൻഡ് വർദ്ധിക്കും. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലും ഇലക്ട്രോണിക്സിലും ഡിമാൻഡ് വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൺവെൻഷണൽ കമ്പ്യൂട്ടർ സയൻസ് മാത്രമേ എനിക്ക് വേണ്ടൂ, ഞാൻ +2 പഠിച്ച കമ്പ്യൂട്ടർ സയൻസ് ആണ്, അതുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് മാത്രമേ എടുക്കൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നതിന് പകരം കുറച്ചും കൂടെ ഈ മേഖല, ഇപ്പം എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ അറിയാം. അതായത് നമ്മളൊക്കെ പിന്നെയും സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നതിൽ കുറച്ച് പുറകിലാണ്. നിങ്ങൾക്ക് നന്നായിട്ട് അതിൻ്റെ കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ അറിയാം. അപ്പോൾ അത് ആ ഒരു നല്ല സെർച്ച് നടത്തി ഇതിൽ ഏതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് കൂടുതൽ ട്രെൻഡിങ് വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സപ്പോസ് ഞാൻ ഒരു കാര്യം പറയട്ടെ, വിദേശത്ത് പോകാനാണ് ഇഷ്ടം, അതായത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കൺട്രിയിൽ പോയിട്ട് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, അത് ആദ്യം നോക്കുക, വിച്ച് ഈസ് ദ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോഴ്സ് സ്യൂട്ടബിൾ ഫോർ സെറ്റിലിംഗ് അറ്റ് സ്വീഡൻ അല്ലെങ്കിൽ ഡെൻമാർക്ക് അല്ലെങ്കിൽ UK. അങ്ങനെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നേരത്തെ തന്നെ ഐഡിയ കിട്ടും. അപ്പോൾ 2-3 സൈറ്റിൽ നോക്കുമ്പോൾ നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും. ഈ കാര്യം കൂടെ സമയം കിട്ടുമ്പോൾ ചെയ്ത് നോക്കാം. മനസ്സിലായോ മക്കളെ? അപ്പോൾ ശരി. അപ്പോൾ ഇത് ഒരു കോട്ടയത്ത്, ഇതെന്താ ഇനി പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ കോട്ടയത്തെ IITയിലെ പോസിബിലിറ്റി ഉള്ള സീറ്റ്സ് ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കാലിക്കറ്റിലേക്ക് തിരിച്ചു വരേണ്ടി വരും. കാരണം കാലിക്കറ്റിന്റെ ഒരു 50% സീറ്റ്സ് ഫോർ കേരളൈറ്റ്സ് എന്നുള്ള ഒരു സുലഭമായ ഒരു കാര്യം നമുക്ക് നേടിത്തരുന്ന ഒരാളാണ്, ആ ഒരു ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് NIT കാലിക്കറ്റ്. അപ്പോൾ പരമാവധി നിങ്ങൾ NIT കാലിക്കറ്റിലേക്ക് തന്നെ ഏറ്റവും മികച്ച കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാൻ ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല പ്ലേസ്മെന്റ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അതുപോലെ തന്നെ നല്ല ക്യാമ്പസ് ആണ്, നല്ല അധ്യാപകരാണ്, പൊതുവെ റേറ്റിംഗിൽ മികച്ച അല്ലെങ്കിൽ ഏറ്റവും മികച്ച മികവ് കാണിക്കുന്ന സ്ഥാപനം തന്നെയാണ് NIT കാലിക്കറ്റ്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഓഫർ, NIT തരുന്ന സ്പെഷ്യൽ ഓഫർ മറക്കരുത്. മലയാളികൾക്ക് 50% സീറ്റാണ് NIT കാലിക്കറ്റ് കൊടുക്കുന്നത്. പിന്നെ കുറെ ചോദ്യങ്ങൾ, ഒരു 10-13 ചോദ്യങ്ങളാണ് കുട്ടികളെ, ഞാൻ ഈ ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോൾ ഒരു 10-ഓളം ചോദ്യങ്ങളാണ്. അതിൽ ആ ചോദ്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുക. പ്രധാനമായിട്ടും ഇപ്പോൾ JEE റിസൾട്ട് വന്നൊരു കുട്ടി ഏറ്റവും പ്രധാനമായി, ഞാൻ നമ്മുടെ ഹെൽപ്പ് ലൈൻ ഞാനാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഹെൽപ്പ് ലൈൻ ഡീൽ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ചോദ്യങ്ങളുണ്ട് ഒരുപാട്. പിന്നെ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ
ഉള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അത് പെട്ടെന്നൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ JEE റിസൾട്ട് വന്നൊരു കുട്ടി ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഉത്തരം എന്താ? അഡ്വാൻസ്ഡിന് ക്വാളിഫൈഡ് ആണോ നോക്കുക. അപ്പോൾ എന്നിട്ട് അഡ്വാൻസിന് അപ്ലൈ ചെയ്യുക. കാരണം അഡ്വാൻസിന് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റും അതേപോലെ തന്നെ അതിൻ്റെ എക്സാം ഡേറ്റ് ഒക്കെ വളരെ അടുത്ത് വരുന്നതാണ്. പിന്നെ രണ്ടാമതായിട്ട് വന്നൊരു ചോദ്യം, ഒരു കുട്ടി JEE അഡ്വാൻസിൽ എലിജിബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അല്ലേ. എലിജിബിൾ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ സൈറ്റ് അഡ്രസ്സ് കാണിച്ചു. പിന്നെ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ഏതൊക്കെ സ്ഥാപനങ്ങളേക്കാണ് JEE മെയിൻ സ്കോർ വഴി പ്രവേശനം ലഭിക്കുക? എൻ്റെ ഒരു മുൻപേയുള്ള സ്ലൈഡിൽ അതിന് ഞാൻ ഉത്തരം നൽകിയിട്ടുണ്ട്. ഏതൊക്കെ സ്ഥാപനങ്ങളാണ് കൃത്യമായിട്ടുള്ള ഐഡിയ. NIT IITകൾ മാത്രമല്ല, ഒരുപാട് GFTI ഗവൺമെന്റ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിന്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്ലൈഡ്സ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. പിന്നൊരു പ്രധാനമായിട്ടും വന്ന ചോദ്യം, ഇന്ത്യയിൽ എത്ര NITകൾ ഉണ്ട്, അവയിൽ ഏറ്റവും മികച്ചവ ഏതൊക്കെയാണ്? പ്രീവിയസ് ആയിട്ടുള്ളൊരു സ്ലൈഡ് നിങ്ങൾ റിവൈൻഡ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് കാണാം. പ്രധാനപ്പെട്ട NITകളുടെ ലിസ്റ്റും അതിൽ തന്നെ ടയർ 1 അല്ലെങ്കിൽ ക്ലാസ് 1 ആയിട്ട് എടുത്തിരിക്കുന്ന NITകളെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാലിക്കറ്റ് NITയുടെ പ്രവേശന സാധ്യതകളും പ്രത്യേകതകളും എന്തൊക്കെയാണ്? അതാണ് നമ്മൾ കഴിഞ്ഞ ഒരു 5 മിനിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. കാലിക്കറ്റ് NITന്റെ പ്രവേശന സാധ്യതകൾ ഞാൻ പറഞ്ഞു. പിന്നെ കൂടുതലായിട്ടും അവിടുത്തെ എൻ്റെ സ്പെഷ്യാലിറ്റി 50% സീറ്റ്സ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ കാലിക്കറ്റ് NITയിൽ കുട്ടികൾക്ക് ഹോം സ്റ്റേറ്റ് ക്വാട്ട ഉണ്ട്. ഹോം സ്റ്റേറ്റ് ക്വാട്ട 50% ഉണ്ട്. അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് അതടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ സ്ലൈഡ് ഒന്ന് നോക്കാം. പിന്നെ പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് IITകളുടെ പ്രവേശനത്തെക്കുറിച്ച് പറയാമോ? IITകൾ 26 IITകളാണുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കേരളത്തിൽ കോട്ടയത്തിലെ IITയുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് റാങ്ക് അല്ല, ഇനിയുള്ള പോസിബിലിറ്റി ഉള്ള റാങ്ക് ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട്. അതിൽ കോഴ്സസ് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ് എൻ്റെ വിശ്വാസം. ഇനി ഒരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് വന്നിരിക്കുന്നത്. ഈ ഒരുപാട് സ്ഥാപനങ്ങൾ JEE മെയിൻ സ്കോർ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇതിലേക്കൊക്കെ അഡ്മിഷൻ കിട്ടാൻ ഇപ്പോൾ ഒരു കുട്ടി എന്താണ് അലോട്ട്മെന്റിന് വേണ്ടി ചെയ്യേണ്ടത്? ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ പ്രധാനമായിട്ട് എല്ലാവർക്കും കൺഫ്യൂഷനും ഈ ഒരു കാര്യത്തിലാണ്. മക്കളെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ നീറ്റ് അലോട്ട്മെന്റ് ഒന്നും ഒരിക്കലും കോംപ്ലിക്കേറ്റഡ് അല്ല. നീറ്റ് അലോട്ട്മെന്റ് പറയുന്ന സമയത്ത് നീറ്റിന്റെ എന്താണ് നമ്മുടെ NIT.NIC.in സൈറ്റിൽ എന്ത് ചെയ്യുന്നു? രാജ്യത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളും വരുന്നു. അതിൽ MBBS BDS കോഴ്സുകൾക്ക് ഓപ്ഷൻ കൊടുക്കുക, അല്ല ജസ്റ്റ് ഓപ്ഷൻ കൊടുക്കുക, പ്രിന്റ് ഔട്ട് കൊടുക്കുക, തീർന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല. അത് മാത്രമല്ല, നമുക്ക് നീറ്റിന് 1, 2, 3 അങ്ങനെയൊക്കെ ഡിഫറെന്റ് സ്റ്റേജസ് അലോട്ട്മെന്റ് ഉണ്ട്. ഇപ്പൊ കീം എടുത്താലും അങ്ങനെ തന്നെ. ആദ്യത്തെ റൗണ്ടിൽ കൊടുക്കാം, രണ്ടാമത്തെ റൗണ്ടിൽ കൊടുക്കാം, വീണ്ടും കൊടുക്കാം, അങ്ങനെയൊക്കെയുള്ള ഡിഫറെന്റ് റൗണ്ടിൽ ചെയ്യാം. നീറ്റിന് പ്രത്യേകിച്ച് ചെയ്യാം. കീമിന് ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ കൊടുത്ത കോളേജ് കൂട്ടിച്ചേർക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിനൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ്. ഇവിടെ ആദ്യമായിട്ട് വന്നിരിക്കുന്ന വരുന്ന അലോട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജൂൺ 2-നോ 3-നോ നമ്മുടെ IITകളുടെ അല്ലെങ്കിൽ IITകളിലേക്കുള്ള റിസൾട്ട്, അതായത് JEE അഡ്വാൻസിന്റെ റിസൾട്ട് വന്നാൽ മാത്രമേ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. നോർത്തിലേക്കുള്ള 1-2 പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നേരത്തെ തുടങ്ങുന്നുണ്ട്. അത് നിങ്ങൾ അവിടുത്തെ പോകുന്നുണ്ടോ മാത്രം നോക്കിയാൽ മതി. JEE അഡ്വാൻസിന്റെ റിസൾട്ട് വന്നാൽ മാത്രമേ ഇപ്പോൾ തിരക്ക് പിടിച്ചൊന്നും ചെയ്യാനില്ല, അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ പ്രധാനമായും 4 രീതിയിൽ അലോട്ട്മെന്റ് ആണ് IITകളിലേക്ക് നടക്കുക. അല്ലെങ്കിൽ IITകളിലേക്ക് അല്ലെങ്കിൽ JEE മെയിൻ സ്കോർ വെച്ചിട്ട് JEE മെയിൻ സ്കോർ വെച്ചിട്ടും JEE അഡ്വാൻസ്ഡ് വെച്ചിട്ട് നടക്കുക. അതിൽ ഒന്നാമത്താണ് ജോസ. ജോസ എന്ന് വെച്ചാൽ ജോയിന്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റിയാണ്. ജോസ എന്ന് പറയുന്നത് 6 റൗണ്ടിലുണ്ട്. പക്ഷെ ജോസിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ എന്ത് ചെയ്യാണ്ട് പറ്റൂ? ഓപ്ഷൻ കൊടുക്കാൻ പറ്റൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള മുഴുവൻ IITകൾ NITകൾ ഏതാണോ, IITകൾ ഏതൊക്കെയാണോ അതിൻ്റെയൊക്കെ ഓപ്ഷൻ ഒറ്റ പ്രാവശ്യം കൊടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അലോട്ട്മെന്റ് ആണ് ജോസ, ജോയിന്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റി. അത് ഓൾമോസ്റ്റ് നമുക്ക് ജൂൺ ആദ്യവാരം അല്ലെങ്കിൽ 2-ാം വാരം പ്രതീക്ഷിക്കാം. ഇപ്പൊ ജോസ വഴിയാണ് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട എല്ലാ NITകളിലേക്കും IITകളിലെ സീറ്റുകൾ നികത്തുന്നത്. അങ്ങനെ ജോസന്റെ അലോട്ട്മെന്റ് കഴിഞ്ഞ് ബാക്കി വരുന്ന കുറച്ച് സീറ്റ് ഉണ്ട്. പല കാരണം കൊണ്ടും കുട്ടികൾ അലോട്ട്മെന്റ് നേടിയ കുട്ടികൾ കോളേജിൽ പോകാണ്ടിരിക്കാം, സീറ്റ് അവിടെ വേക്കന്റ് ആവാം, പല കാരണം കൊണ്ട് സംഭവിക്കാം. അങ്ങനെ വീക്കെൻഡ് ആവുന്ന സീറ്റുകളിലേക്ക് നടക്കുന്ന സെൻട്രൽ സീറ്റ് അലോക്കേഷൻ ബോർഡിന്റെ അലോട്ട്മെന്റ് ആണ് CSAB അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ആദ്യം തന്നെ CSAB എല്ലാം നടക്കുക. ആദ്യം ഏതാ നടക്കുക മക്കൾ? ആദ്യം നടക്കുന്നത് ജോസ അലോട്ട്മെന്റ് ആണ്. ജോസ അലോട്ട്മെന്റ് പറയുന്നത് എന്താ ജോസ അലോട്ട്മെന്റ് എന്ന് വെച്ചാൽ ഏകദേശം എല്ലാ NITകളിലേക്കും IITകളിലേക്കുള്ള മേജർ സീറ്റിലേക്കുള്ള ഫില്ലിങ് നടക്കുന്നത് ഏത് വഴിയാണ്? ജോസ അലോട്ട്മെന്റ് വഴിയാണ് കേട്ടോ. അപ്പൊ ജോസ അലോട്ട്മെന്റ് നടത്തി അത് 6 റൗണ്ട്സ് ഉണ്ടാവും. അപ്പൊ ആദ്യത്തെ റൗണ്ടിൽ തന്നെ എന്ത് ചെയ്യണം? മുഴുവൻ ഓപ്ഷൻ കൊടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ക്ലിയർ ആണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിന് ചിലപ്പോൾ സീറ്റ്സ് വേക്കന്റ് ആവും.
കുട്ടികൾ ചേരാണ്ടിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രാഞ്ച് മാറിപ്പോ, ചിലപ്പോൾ മറ്റു സംസ്ഥാനങ്ങൾ, ഇതൊക്കെ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു സെക്കൻഡറി അലോട്ട്മെന്റ് ഉണ്ടാവും. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഇതിനൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നാൽ കുറച്ച് സീറ്റ്സ് അവൈലബിൾ ആകുമ്പോൾ പലരും നിർത്തി പോയിട്ടുണ്ടാവും, 6 റൗണ്ടൊക്കെ കഴിഞ്ഞ് ഇനി ഇല്ല. അപ്പോൾ കുറച്ച് വേക്കൻറ്റ് സീറ്റ് വരുമ്പോൾ നമ്മൾ CSABും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. CSAB എന്ന് വെച്ചാൽ എന്താ? സെൻട്രൽ സീറ്റ് അലോക്കേഷൻ ബോർഡ്. ഇത് 2ാം ഘട്ടത്തിൽ നടക്കുന്നതാണ്. ഇനി നമ്മുടെ വിദേശത്ത് 5 വർഷം പഠിച്ച കുട്ടികളുണ്ടാവും, 5 വർഷം വിദേശത്ത് പഠിച്ച ആൾക്കാരുണ്ടാവും. അപ്പൊ അവര് +1 +2 വിദേശത്താണ് പഠിച്ചിരിക്കുന്നതെങ്കിൽ, അതിന് ഒരുപാട് ഈ ദാസ എന്ന് പറയുന്ന സമയത്ത് ഡയറക്റ്റ് അഡ്മിഷൻ ഓഫ് സ്റ്റുഡൻസ് എബ്രോഡ് എന്നാണ്. അത് ലേറ്റസ്റ്റ് ദാസ ക്രൈറ്റീരിയ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ഇപ്പോൾ തന്നെ കിട്ടും. ഇപ്പൊ പണ്ടത്തെ പോലെ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളൊന്നും ഇങ്ങനെ നീട്ടിപ്പരത്തി പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ എന്തൊക്കെ സെർച്ച് ചെയ്യണമെന്ന് മാത്രമേ ഇപ്പോഴൊരു ശരിക്കും ഒരു ഗൈഡ് പറഞ്ഞു കൊടുക്കണ്ടു, അല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? പണ്ടൊക്കെ മൊത്തം പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ജസ്റ്റ് എന്തൊക്കെയാണ് മക്കളെ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് അത് നമുക്ക് അറിയുന്നുണ്ടാവില്ല, എന്ത് സെർച്ച് ചെയ്യണമെന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ വിദേശത്ത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, അപ്പൊ അല്ലെങ്കിൽ നിങ്ങളുടെ OCI കാർഡ് അല്ലെങ്കിൽ സ്പെഷ്യൽ പെർമിറ്റ് കാർഡുകളൊക്കെ നിങ്ങളുടെ പാരൻസിന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദാസ പ്രധാനമായി ഓർമ്മിക്കുക, വിദേശത്ത് +1 +2 പഠിച്ച കുട്ടികൾക്കാണ് ദാസ സ്കീം, അതായത് ഡയറക്റ്റ് അഡ്മിഷൻ ഓഫ് സ്റ്റുഡൻസ് എബ്രോഡ് സ്കീം വഴി കേരളത്തിലേക്ക് NIT-കളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. അപ്പൊ ദാസ സ്കീം എന്ന് പറയുന്നത് വിദേശത്ത് +1 +2 പഠിച്ച കുട്ടികൾക്കുള്ള അലോട്ട്മെന്റ് ആണ് ദാസ. അത് ജസ്റ്റ് നിങ്ങൾ അതിന്റെ ലേറ്റസ്റ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ ദാസ സ്കീം എന്ന് അടിച്ച് ഇപ്പൊ തന്നെ നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് സംഗതി കിട്ടും. അതിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്, ക്രൈറ്റീരിയ ഉണ്ട്, അത് വ്യക്തമായിട്ട് നോക്കിയിട്ടൊന്ന് മനസ്സിലാക്കുക കേട്ടോ. അവസാനത്താണ് നമ്മൾ നേരത്തെ DTUവിന്റെ ഒക്കെ കാര്യം പറഞ്ഞു, ഡൽഹി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. നോർത്തിലുള്ള പ്രധാനമായിട്ട് ഡൽഹി കേന്ദ്രീകരിച്ചിട്ടുള്ള, ഡൽഹി ഹരിയാന ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള നോർത്തിലുള്ള യൂണിവേഴ്സിറ്റിയിലേക്കുള്ള മറ്റൊരു അലോട്ട്മെന്റ് കൂടി പാരലായിട്ട് നടക്കുന്നതിനാണ് JAC, ജോയിന്റ് അഡ്മിഷൻ കമ്മിറ്റി അലോട്ട്മെന്റ്, JAC അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ അടിച്ചു നോക്കിയ JAC അലോട്ട്മെന്റ്, അത് ഓൾമോസ്റ്റ് നമ്മുടെ ഈ ജോസ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ CSABിന്റെ സമയത്തൊക്കെ ആയിട്ട് വരും. അത് നോക്കണം, അതിന്റെ സൈറ്റ് ജസ്റ്റ് സൈറ്റ് JAC ഗൂഗിൾ ചെയ്ത് തന്നെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ 4 അലോട്ട്മെന്റുകളാണ് നടക്കുന്നത്. പക്ഷെ എൻ്റെ മക്കൾ ഇപ്പൊ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം എപ്പോഴാണ് ഇതൊക്കെ തുടങ്ങുന്നത്? ഇതൊക്കെ ജൂണിൽ ഒരു 2nd വീക്ക് അല്ലെങ്കിൽ 1st വീക്കിലാണ് സ്റ്റാർട്ട് ചെയ്യും. ജൂൺ 1st വീക്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും, ജൂൺ 6, 7 ആ സമയത്ത് എന്തായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. പക്ഷെ ഇത് മനസ്സിലാക്കണം, എത്ര ടൈപ്പ് ഉണ്ട്? 1 ജോസ, 2 ക്ലിയർ ആയല്ലോ ഞാൻ പറഞ്ഞു, 2 CSAB, 3 ദാസ, JAC. ഇപ്പൊ ഇതിനൊന്നും അപ്ലൈ ചെയ്യാനുള്ള സമയം ആയിട്ടില്ല. ക്ലിയർ ആയല്ലോ? ഇനിയിപ്പോ എന്താ, ഈ ജോസന്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായിട്ടും മറ്റൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ജോസനെ പറ്റി ചെയ്യാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ജോസന്റെ സൈറ്റ് ഒന്ന് തരികയാണ്, josa.admissions.nic.in. ഈ സൈറ്റ് എന്തിനാ മക്കളെ ഞാൻ തരുന്നത് അറിയാം? ഈ സൈറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ഓരോ NIT-കളിലുള്ള പ്രീവിയസ് റാങ്ക് ലിസ്റ്റ് അവിടെ അവൈലബിൾ ആണ്. ഓപ്പണിംഗ് റാങ്കും ക്ലോസിംഗ് റാങ്കും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, കാലിക്കറ്റ് NIT-ന്റെ ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തതാണ്. ഇങ്ങനെ ഇതിപ്പോ എല്ലാം ഇവിടെ ഒരുപാട് കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക എന്ന ക്ലാസ്സിൽ ഞാൻ ശ്രമിക്കുക. നിങ്ങൾ തന്നെ പലപ്പോഴും ശ്രദ്ധിച്ചു, ഒരുപാട് ഡാറ്റ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഡാറ്റ പറഞ്ഞ കാര്യമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു അവൈലബിലിറ്റി ഉണ്ട്. അതായത് ഈ ഒരു സൈറ്റിൽ പോയിട്ട് പ്രീവിയസ് റാങ്ക് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം, അവിടെ ഏതൊക്കെ ബ്രാഞ്ചിന് എത്രയൊക്കെയാണ് ഓപ്പണിംഗ് റാങ്ക്, ക്ലോസിംഗ് റാങ്ക്. ഇപ്പൊ ഞാനിപ്പോ ഓരോന്നും, ഇപ്പൊ ഒരു സിവിൽ എഞ്ചിനീയറിംഗ്, ഞാനിപ്പോ ഒരു കാര്യം പറയാണ്, സിവിൽ എഞ്ചിനീയറിംഗിന്റെ റാങ്ക് സാധ്യതകൾ 13,000 റാങ്ക് കിട്ടിയ കുട്ടി. അപ്പൊ എല്ലാ കുട്ടികൾക്കും 13,000 റാങ്ക് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്കേ അറിയൂ നിങ്ങൾക്ക് എത്ര റാങ്ക് കിട്ടിയെന്ന്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ റാങ്ക് നോട്ട് ചെയ്യാം. ആ റാങ്ക് നോട്ട് ചെയ്തിട്ട് josa.admissions.nic.in പോവാം. ഇവിടെ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാം, പിന്നെ ബ്രാഞ്ച് കാണാം, പിന്നെ അതിന്റെ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ അതൊക്കെ കാണാം. ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ആയിട്ട് ഏത് ബ്രാഞ്ചിൽ. അപ്പൊ അതിനു മുമ്പ് എന്ത് ചെയ്യണം? പറയോ? നേരത്തെ നമ്മൾ NITs കണ്ടില്ലേ, 31 NITs കണ്ടില്ലേ? ഈ 31 NIT-കൾ എവിടെയൊക്കെ നിങ്ങൾക്ക് പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചില പാരന്റ് ഒരു കാരണവശാലും നിങ്ങളെ സിൽച്ചാറിലേക്കോ മേഘാലയയിലേക്കോ വിടില്ല. പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. നമ്മള് പാരന്റ് പറയണം നാഗാലാൻഡ്, മേഘാലയ നീ പോകണ്ട, നീ ഇവിടെ നിന്നാൽ മതി എന്ന് പറയാണ്. പിന്നെ എന്തിനാ നമ്മൾ നോക്കുന്നത്? അത് ടൈം വേസ്റ്റാ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ അലോട്ട്മെന്റ് അഡ്മിഷൻ. അപ്പൊ അത് നമ്മൾ തന്നെ നോക്കി ചെയ്യണം. അതിനല്ലേ ഈ വെബ്സൈറ്റും യൂട്യൂബും അല്ലെങ്കിൽ ഇതൊക്കെ കിടക്കുന്നത്, ChatGPT ഒക്കെ കിടക്കും. ChatGPT-ന്റെ ആവശ്യമൊന്നുമില്ല, അതിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചത് പോലെ ഇത് എടുത്തിട്ട് നോക്കാം. ഇരുന്ന് നോക്കണം, ഡെയിലി നോക്കണം. ഒരു അരമണിക്കൂർ നോക്കുമ്പോൾ നമുക്ക് തന്നെ നല്ല ഐഡിയ കിട്ടും. അപ്പൊ ഞാൻ ഈ സെഷൻ എങ്ങനെയാണ് എടുക്കുന്നത്? ഇതിന്റെ പുറകിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലാണ്ട് പെട്ടെന്ന് തോന്നി ഇത് എടുക്കാൻ പറ്റുമോ? അങ്ങനെ നോക്കി വരുമ്പോൾ നമ്മളതിലൊരു എക്സ്പേർട്ട് ആവും. നമുക്ക് മനസ്സിലാവും, ഈ റാങ്കിന്
ഇവിടെയാണ് കിട്ടുക അല്ലെങ്കിൽ ഇവിടെ കിട്ടാതിരിക്കുക കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സൈറ്റ് ടെസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നോട്ട് ചെയ്യുക, മുന്നോട്ട് പോകാം. ഇനിയിപ്പോൾ കുറേ നേരമായി ഞാൻ ഇങ്ങനെ പ്രസംഗിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നു. എനിക്കറിയാം നല്ല ബോറായിരുന്നു എനിക്കറിയാം, കാരണം കുറേ ഡീറ്റെയിൽസ് ഇങ്ങനെ, പിന്നെ ഇതിൽ എക്സ്ട്രാ പറയാനൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇങ്ങനെ ഒതുങ്ങി പോയതാണ്. എന്നാലും പറ്റുന്ന രീതിയിൽ ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്. പക്ഷെ മക്കൾക്ക് എല്ലാവർക്കും നല്ലൊരു അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് മനസ്സിൽ. അപ്പോൾ ഇതൊന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാണ്. ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് നോക്കിയേ. ഏറ്റവും ചുരുക്കത്തിൽ എന്താണ് ഇപ്പം ചെയ്യേണ്ടത്, ഇപ്പം എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ ഏറ്റവും ചുരുക്കിയിട്ട് ഇപ്പം എനിക്കൊന്ന്, ഞാൻ ഈ ക്ലാസ് തുടങ്ങിയിട്ട് എത്ര ടൈം ആയിട്ടുണ്ടോ ഓൾമോസ്റ്റ് അവിടെ നോക്കണം, എനിക്കൊന്നൊരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ ആയിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിൽ പറകോട്ട് പോയത് കാണാം. സ്റ്റെപ്പ് 1 ഇപ്പൊ ഇത് ലാസ്റ്റ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ JEE അഡ്വാൻസ്ഡ് എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക. ഇതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. JEE അഡ്വാൻസ്ഡ് നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് എങ്ങനെയാ നോക്കുക? കട്ട് ഓഫ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, നോക്കുക. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നിങ്ങളുടെ അഡ്മിഷൻ പോസിബിലിറ്റി josa.admissions.nic.in പോയിട്ട് ചെക്ക് ചെയ്യുക. അതെങ്ങനെ, ഒരുപാട് NIT-കളുണ്ട്, IIT-കളുണ്ട്, നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്കറിയാം, അത് വെച്ച് നോക്കാം. എൻ്റെ റാങ്ക് 17,830 എവിടെയാ പോയത്, 17, അങ്ങനെ കറക്റ്റ് നോക്കണമെന്നേ, എന്നാലേ കിട്ടൂ. എൻ്റെ റാങ്ക് 52,000 കിട്ടിയവനോട് പറയേണ്ട കാര്യമില്ല 17,000. അപ്പോൾ കറക്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. 52,800 ജോസിന് പോവാ. 52,800 പോയത് കറക്റ്റ് എഴുതിയെടുക്കണം. പിന്നെ ഇതൊന്നും തലയിൽ നിൽക്കില്ല, ഒരുപാട് ഡാറ്റകൾ പൊതുവേ നമുക്ക് ഓർമ്മ കുറവാണ്. അത് ഒരു പേപ്പറിൽ എഴുതിയെടുക്കുക. അത് വെസ്റ്റ് ബംഗാളിലാണ് ചാൻസ്, അപ്പോൾ അത് അവിടെ പോകണം. അച്ഛനോട് ചോദിക്കുക, ഫാദറോട് ചോദിക്കുക, വെസ്റ്റ് ബംഗാളിലാണ് കിട്ടാൻ ചാൻസ്, പോകണോ വേണം തീരുമാനമാക്കുക. അത്രേ ഉള്ളൂ. ഇനി പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് കോളേജസ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അതാ ഞാൻ പറഞ്ഞു, എഴുതി വെച്ചിട്ട് ഈ കോളേജുടെ ലിസ്റ്റ് ഉണ്ടാവും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഈ ഒരാഴ്ച കഴിയുമ്പോൾ, ഇന്നെന്താ ദിവസം, ഇന്നിപ്പോൾ ഈ വീഡിയോ എടുത്തിരിക്കുന്ന ഇന്ന് കാണുന്ന ദിവസം കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടാവണം. ഇപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾ കമന്റ് ബോക്സിലിട്ട് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമയം കിട്ടുന്ന സമയത്ത് എന്തായിട്ട് ഞാൻ റിപ്ലൈ ചെയ്ത് തരാം. അപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് കോളേജസ് ഉണ്ടാക്കുക. ഏത് നോക്കിയിട്ട്? ജോസ് അഡ്മിഷൻസ് നോക്കിയിട്ട്. പിന്നെ മക്കളെ ചെയ്യേണ്ട എന്താ, ജൂണിൽ നടക്കുന്ന അലോട്ട്മെന്റ് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പൊ തിരക്ക് പിടിച്ച് ഒന്നും ചെയ്യാനില്ല, ജൂണിലാണ് ഇതിന്റെ അലോട്ട്മെന്റ് നടക്കുന്നത്, ജൂൺ വരെ വെയിറ്റ് ചെയ്യണം. മനസ്സിലായല്ലോ? ഇനി പിന്നെ ഡോക്യുമെന്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്, ചിലപ്പോൾ PWD, അതായത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, പല EWS സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. സർട്ടിഫിക്കറ്റ് ഒക്കെ ഒറിജിനൽ എടുത്ത് റെഡിയാക്കി വെക്കണം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ JEE മെയിൻ പരീക്ഷ എഴുതി നിങ്ങളുടെ സ്കോർ എന്താണെന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ നിങ്ങളിൽ അത്ര സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല, അതായത് അത്ര ഒരു വിചാരിച്ച സ്കോർ കിട്ടില്ല. എൻ്റെ മക്കളെ, വിചാരിച്ച സ്കോർ കിട്ടാതിരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഇപ്പം ഞാനൊക്കെ എൻ്റെയൊക്കെ ലൈഫ് നോക്കി പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ നടക്കുക. അപ്പം നമ്മളിപ്പോൾ വീണുപോയി, എപ്പോഴും പറയണ്ടത് വീണുപോയി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വീഴുക എന്ന് പറയുന്നത്, വീണു പോകുക എന്ന് പറയുന്നതും വലിയ ദുരന്തമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഒരു ദുരന്തമുണ്ട്, എന്താ അറിയോ? വീണ സ്ഥലത്ത് നിന്ന് എഴുന്നേക്കാതിരിക്കുക എന്നുള്ളത്. വീണുപോകും, സ്വാഭാവികമായിട്ടും നമ്മൾ വീണുപോകും. നമ്മൾ റിലേഷൻഷിപ്പിൽ നമ്മൾ വീണുപോകും, നമ്മളെ ഫ്രണ്ട്ഷിപ്പിൽ നമ്മളങ്ങ് വീണുപോകും, ചിലപ്പോൾ നമ്മുടെ ഫിനാൻഷ്യലി എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ വീണുപോകും, അക്കാഡമിക്സിൽ വീണുപോകും, ചിലപ്പോൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിൽ വീണുപോകുന്നത് സ്വാഭാവികമാണ്. ഒരു മനുഷ്യനെ വീഴ്ചകൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. പക്ഷെ വീണ് കഴിഞ്ഞ് അവിടെ തന്നെ ഇങ്ങനെ ആകാശം നോക്കി കിടക്കുക എന്ന് പറയുന്നതിൻ്റെ അത്ര വിഡിത്തൊന്നുമില്ല. എഴുന്നേക്കുക. സാധാരണ പറയാറുണ്ട്, നമ്മൾ എഴുന്നേറ്റിട്ട് ഓടാൻ പറ്റില്ലെങ്കിൽ നടക്കെങ്കിലും ചെയ്യും. നടക്കാൻ പറ്റില്ലെങ്കിൽ ഉണ്ടല്ലോ, മുട്ടിൽ എഴഞ്ഞിട്ടെങ്കിലും മുന്നോട്ട് നീങ്ങും. മൂവ് ഓൺ, കീപ് ഗോയിങ്. അത് നിങ്ങൾ വലിയ മോട്ടിവേഷന് വേണ്ടിയിട്ട് പറയുന്നൊന്നുമല്ല, അങ്ങനെയാണത്. അപ്പോൾ JEE മെയിൻ പരീക്ഷ എഴുതുമ്പോൾ ചിലപ്പോൾ നിങ്ങളൊന്ന് വീണുപോയിട്ടുണ്ടാവാം, വിചാരിച്ച രീതിയിൽ സ്കോർ എത്തിയിട്ടുണ്ടാവില്ല. അതിന് പല റീസൺസ് ഉണ്ടെന്നേ. ആ ദിവസം നിങ്ങളുടെ മാനസികാവസ്ഥ, അതിന് തൊട്ട് തലേന്ന ദിവസം നിങ്ങളുടെ മനസ്സിലുണ്ടായ മേ ബി ഒരു ഫ്രണ്ട്സിനെ കൊണ്ടോ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടോ, ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചോ നിങ്ങൾ ആലോചിച്ചിട്ട് ടെൻഷൻ ആയതുകൊണ്ട്. കാരണം ഇത് ഓൾ ദീസ് ആർ ദ ഗെയിം ഓഫ് മൈൻഡ്. ആ ദിവസം നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ മൈൻഡിനെ, നിങ്ങളുടെ ബ്രെയിനിനെ ഉപയോഗിക്കാൻ പറ്റിയില്ല, അപ്പോൾ കുറച്ച് പിറകിലായിപ്പോയി. അതിനിപ്പോൾ എന്താ, ജീവിതത്തിന്റെ അവസാനമൊന്നും അല്ല അത്. അപ്പം അങ്ങനെയുള്ള നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി വരാൻ വേണ്ടി പോകുന്ന എൻട്രൻസ് എക്സാമിൽ വീഴ്ചകളില്ലാതെ, ഇപ്പൊ കീമോ നടക്കാൻ വേണ്ടി പോവാണ് ഈ ആഴ്ച തന്നെ, കുസാറ്റ് വരുന്നുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ബിറ്റ്സാറ്റ് വരുന്നുണ്ട്, VIT ഉണ്ട്, CUT. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഞാൻ ഇപ്പോഴാണ് അവർ ചെയ്തത്, കാരണം ഞാൻ ഇന്നലെ രാത്രി ഒരു 2 മണിക്കാണ് അത് അയച്ചു കൊടുത്തത്. അപ്പൊ ഇപ്പൊ ചെയ്തോണ്ട് കുഴപ്പമില്ല, പിന്നെ നമ്മളത് പറഞ്ഞില്ല കാര്യങ്ങൾ. അപ്പൊ ബിറ്റ്സാറ്റ്, കീമോ, കുസാറ്റ്, ബിറ്റ്സാറ്റ്, VIT വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജി, CUET. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, CUET ഒക്കെ നല്ല പരീക്ഷകളാണല്ലോ, ഒരുപാട് മറ്റു ബ്രാഞ്ചുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ NEET പരീക്ഷ വരാനുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ
മനസ്സിൽ ഇനി വീണ് പോയിക്കൂടാ. നമ്മൾ വീഴ്ചകളിൽ നിന്നാണ് പാഠം പഠിക്കേണ്ടത് അല്ലെ. ഒരു പ്രാവശ്യം നമ്മൾ വീണു, പക്ഷെ അതേപോലെ ഇപ്പൊ നടന്നു പോകുമ്പോൾ നമ്മൾ ആദ്യം ഒരു കുഴിയിൽ വീണു, ശ്രദ്ധ കുറവ് എന്ന് പറയാം. രണ്ടാമതൊരു കുഴിയിൽ വീണു, അതും ശ്രദ്ധ കുറവ് പറയാം. പക്ഷെ മൂന്നാമതും അതേ കുഴിയിൽ വീണാൽ നമ്മൾ വിഡ്ഢിത്തെന്ന് പറയും, ഭയങ്കര വിഡ്ഢിയാണെന്ന് പറയും. അപ്പൊ ഇനി വീഴാതിരിക്കണം. അപ്പൊ നിങ്ങൾക്കറിയാം നന്നായിട്ട്, ഇപ്പൊ നമ്മൾ മാക്സിമം നമ്മുടെ സെന്റേഴ്സിൽ വെച്ച് മാക്സിമം നല്ല രീതിയിൽ കോച്ചിങ് തന്നിട്ടുണ്ട്. നല്ല അധ്യാപകർ നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് പറയാണ്, പലപ്പോഴും കുട്ടികളുടെ റാങ്ക് പുറകോട്ട് പോയതിന്റെ കാരണം അക്കാഡമിക്സ് അല്ല, വ്യക്തിപരമായിട്ടുള്ള ചില മോസ്റ്റ് ഓഫ് ദ കേസ് ഈ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, ഡൊമസ്റ്റിക് ഇഷ്യൂസ്. ഞാനിപ്പോൾ ഡെയിലി ഒരു 10-50 പിള്ളേരെ കൗൺസിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതാണ് റീസൺ. അതായത് നമ്മൾ തന്നെയാണ് നമ്മളെ അടിക്കാനുള്ള വടി മറ്റൊരാൾക്ക് കൊടുത്തത്. അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ച് പുറകോട്ടായി പോയി. അത് വലിയ കുഴപ്പമൊന്നുമില്ല കാര്യമല്ലാന്ന്. അപ്പൊ അത് നന്നായിട്ട് അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, വാശിയോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. എന്തായിട്ട് ഞാൻ നേടിയെടുക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയി എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഈ ഒരു അക്കാഡമിക് ഇയർ തന്നെ ഏറ്റവും മികച്ച NIT-കളിലോ IIT-കളിലോ IIT-കളിലോ GFTA-കളിലോ പ്രവേശനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു ചെറിയൊരു സെഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷനും വളരെ ഷോർട്ടായിട്ട് കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.